ഹലോ വിപ്സ്, നമ്മളിന്ന് നാഫിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകും. അതെ, നമ്മൾ കേക്ക് എടുക്കാൻ പോവാണ്. ഓരോ വീഡിയോ കട്ടാകുമ്പോഴോ ഇന്നെ കൊണ്ട് ട്രാൻസിഷൻ എടുപ്പിക്കലാണ് ഇവന്റെ പണി. നമുക്കൊരു വെറൈറ്റി ട്രാൻസിഷൻ എന്തെടുക്കുക കണ്ണടിക്കാക്ക് പിന്നെ കുട്ടിയാണ് ഗൈസ് നമുക്കെല്ലാം സെറ്റാക്കി തന്നത്. അതെ, ഓളാണ് കേട്ടോ നമുക്ക് ക്യാഷ് ഒക്കെ അയച്ചെന്ന് ഫോണ് സർപ്രൈസ് ആക്കാൻ പറഞ്ഞു. ഓൾക്ക് എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണല്ലോ ഓള് ക്യാഷ് അയച്ചത് ഓന് സർപ്രൈസ് ആക്കാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് സ്നേഹമില്ലായിട്ടല്ല, നമ്മളെ ഈ ക്യാഷ് ഇല്ലായിട്ടാണ്. അപ്പൊ ഗിഫ്റ്റ് പിക്ക് ചെയ്ത് ഇനി നേരെ നാഫിന്റെ അടുത്ത് പോകണം. അതിന്റെ ഇടയിൽ നമ്മൾ കേക്ക് എടുക്കാൻ പോകാണ്ട് കുറെ നേരമായാലും ഓനെ ഇനി എന്ത് പകരം ട്രാൻസിഷൻ. ഈ ബർത്ത്ഡേയിൽ വേറെ വെറൈറ്റി കൂടി ഉണ്ട്. 4-ാം തീയതിയാണ് ബർത്ത്ഡേ, പക്ഷെ നമ്മൾ 3-ാം തീയതി ആഘോഷിക്കുന്നത്. കാരണം പറഞ്ഞാൽ മറ്റന്നാൾ നാഫിക്ക് എക്സാം ആണ്. അതുകൊണ്ട് തന്നെ നാഫി തലേദിവസം വരണ്ടാവില്ല, പഠിക്കണ ചെക്കനാണ്. അതുമല്ല ഇന്ന് തന്നെ അവനെ വിളിച്ചിട്ട് കിട്ടിയ എന്തോ ഭാഗ്യത്തിനാണ്. ബൈ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നിങ്ങളിതൊരു വേറെ കാര്യം ശ്രദ്ധിച്ചോ, വണ്ടി വിടുന്ന ഞാനാണെങ്കിലും ഹെൽമെറ്റ് ഇട്ടിരിക്കണ പോകാനാണ്. അങ്ങനെ നമ്മൾ കേക്ക് അങ്ങനെ ഈ കേക്ക് സ്റ്റുഡിയോയിൽ എത്തി. കേക്ക് സ്റ്റുഡിയോ എക്സ്പ്ലോർ ചെയ്യുമ്പോഴേക്കും കേക്ക് റെഡി. ഇത് പിന്നെ അങ്ങനെ ചത്താറ് ഹെൽമെറ്റ് ഇവിടെ ഭയങ്കര ഫാസ്റ്റ് ആണ് കേട്ടോ. ഫാസ്റ്റ് ആയിട്ടല്ല, നമ്മൾ ഇന്നലെ കൊടുത്ത ഓർഡറാണ്. ഓർഡർ റെഡിയാക്കി വെച്ചിരുന്നു. മൂപ്പര് നമ്മൾ കേക്ക് കൊണ്ട് പോയാണ്. മൂപ്പര് പൈസ കൊടുത്തിരാണ്, പക്ഷെ പൈസ നമ്മൾ ഇന്നലെ കൊടുത്തിരുന്നു. ഇത് പിന്നെ അറിയാലോ നമ്മളെ പവർ. എല്ലാ വണ്ടിക്കും 2 കണ്ണാടിയാണ്, നമ്മളെ വണ്ടിക്ക് 3 കണ്ണാടിയാണ്. ഒന്ന് ഇംതിയാസിന്റെ വക. കേക്ക് പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായി കേക്ക് കട്ടിങ്ങിലേക്ക് പോവാണ്. അതിനുവേണ്ടി നമുക്ക് നാഫി അത്യാവശ്യമാണ്. പിന്നെ നമ്മളെ വേറെ ചെങ്കിന് വിളിച്ചു. ഓനെ വിളിച്ച് പോകാൻ പറഞ്ഞ് നാഫിനെ കൊണ്ടുപോകാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലൊക്കേഷനിൽ എത്തിക്കോളി, ഞങ്ങളായിട്ട് എത്തുന്നോളാന്ന് പോകും പറഞ്ഞു. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലേക്ക് പോകാൻ നമ്മുടെ ഡെസ്റ്റിനേഷൻ. ക്യാമറ പൊട്ടഞ്ഞ ഭാഗ്യം. അങ്ങനെ നമ്മൾ നേരെ ഷാൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഷാനോട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ഷാൻ പറഞ്ഞപ്പോൾ ഷാൻ അതേപോലെ മിങ്ങി. ഓൻ്റെ ഫോൺ എടുത്തിട്ട് നേരെ ഡേറ്റ് നോക്കണം, ഓൻ്റെ ബർത്ത്ഡേ ആണോ. അപ്പൊ ഇതാണ് ആ സമ്മാനം. ഇതിന്റെ ഉള്ളിൽ കിട്ടോ ബാക്കി ഐറ്റംസ് ഒക്കെ. ആ വയറിൽ വെച്ചിരിക്കണ ഓളെ ഫോട്ടോ ആണ്, അത് കാണിച്ചു വെറുതെ ഓളെ വിട്ട് സീനാക്കണ്ടല്ലോ. അപ്പൊ കേക്ക് സെറ്റായി. നമ്മളെ ബർത്ത്ഡേ ബോയ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇംതിയാസാണ് കേട്ടോ നമ്മളെ ക്യാമറമാൻ. ഈ നിർണായക നിമിഷത്തിന് ഓനൊരു അടിപൊളി ഡയലോഗ് ഉണ്ട്. അല്ല, ഓനെ പറഞ്ഞിട്ട് കാര്യമില്ലേ, നമ്മുടെ കാക്കാണ് അടുത്ത ബർത്ത്ഡേ പറഞ്ഞപ്പോൾ ഡേറ്റ് നോക്കി. ഇനി നമുക്ക് നമ്മളെ കണ്ടന്റിലേക്ക് വരാം. അല്ല, അതിന് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്ത്. കഴിഞ്ഞിട്ടില്ല, ഇനി സമ്മാനദാനം കൂടി ഉണ്ട്. സമ്മാനം കിട്ടിയപ്പോൾ കേക്കും വേണ്ട, ഒന്നും വേണ്ട, ഒക്കെ എന്റെ കയ്യിലെടുത്തു. ഒരാളെ സ്നേഹത്തോടെ സാമി വരുമ്പോൾ എങ്ങനെ വേണ്ടെന്ന് അറിയാം, അത് ഞാനെടുത്ത് നിന്ന്. പക്ഷെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ ചെക്കൻ ആകെ ഇമോഷണലായി. പുറത്ത് കാണിക്കാത്ത മൊത്തം കേക്കുണ്ടല്ലോ. അവനങ്ങനെ കരണമെന്നുണ്ടെങ്കിൽ ഇനി ഷിയാലിന് പറയാനുള്ള നമുക്ക് കേട്ടോ. അപ്പൊ സെലിബ്രേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ചായ അടിക്കാൻ പോകും. ചായ നാഫിന്റെ ചെലവാണ്. അങ്ങനെ ചായ അടിക്കുന്ന സ്പോട്ടിലെത്തി. അപ്പൊ ചായ കൊണ്ട് ഷിയാൽ. അപ്പൊ ചായ കൂടി കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക്. എല്ലാം വളരെ പെട്ടെന്നായി.